ശ്രീമദ് ഭൂതനാഥോപാഖ്യാനം പഞ്ചമാധ്യായം. സ്വാമിയുടെ വിദ്യാഭ്യാസ വിശേഷം, ഗുരുദക്ഷിണ, മന്ത്രിയുടെ ആഭിചാരവൃത്തി, തൽപ്രതികാരം, പുലിപ്പാല് കൊണ്ടുവരുവാൻ സ്വാമി പോകുന്നത്, പൊന്നമ്പല നിർമ്മാണം, വാപരാതി ഭൂതസംയോഗം. കല്യനായിടും സൂതൻ ശൗനകാദികളോടു ചൊല്ലിനാൻ, ഭക്തിപൂർവം ഭൂദേശമാഹാത്മ്യങ്ങൾ പുണ്യപൂർണമായിടും മന്നവാലയം തന്നിൽ ധന്യനാം മണികണ്ഠൻ വളർന്നു ചന്ദ്രനെ പോൽ. അക്കാലം ക്ഷത്രിയർക്കു തക്കതാം സംസ്കാരങ്ങൾ ഒക്കെയും ബാലകന്നു ഭൂമീശൻ ചെയ്തിടിനാൻ. വിദ്യയും അവിദ്യയും ഭക്തർക്കു നീക്കി സദാ സത്യമാം തുരീയത്തിൽ എത്തിപ്പാൻ തക്കതായ വിദ്വാനാം കുമാരനെ വിദ്യയഭ്യസിപ്പിക്കാൻ പൃഥ്വീശൻ ഗുരുവര സന്നിധൗ ചേർത്തിടിനാൻ. ചിത്തതാരിങ്കൽ ഏറ്റം അദ്ഭുതയുക്തൻ ഗുരുസത്തമൻ ഈ ബാലകൻ ദിവ്യൻ എന്നോർത്തിടിനാൻ. ആയുധാഭ്യാസത്തിൽ അങ്ങെത്രയും സമർത്ഥനായി ആയതിൽ ചുരികയ്ക്കു പാടവം കൂടിയിടിനാൻ. വിശ്വനായകൻ അശ്വമോടിച്ചിടുന്ന നേരം വിശ്വവാസികളെല്ലാം വിസ്മയപ്പെട്ടു പോകും. ദക്ഷനായിടും മണികണ്ഠനെ കൊണ്ടു ഗുരുദക്ഷിണ ചെയ്യിപ്പിച്ചു മന്നവൻ ആത്തമോദാൽ. അന്നേരം മണികണ്ഠൻ തന്നോടു ഗുരുവരൻ മന്ദമായി ഉര ചെയ്താൻ. വാത്സല്യപൂർവം ഏവം, ധന്യനാം ഭവാൻ മഹാദിവ്യൻ എന്നറിഞ്ഞു ഞാൻ എന്നരികത്തു പഠിച്ചിരിക്കും നേരം തന്നെ. ജന്മാന്ധൻ തന്നെ മമ നന്ദനൻ അത്രയല്ല, ജന്മനാ തന്നെ വന്നു കൂടിനാൻ മൂകത്വവും. എന്തു ചെയ്വതു പാർത്താൽ ഏകനന്ദനൻ അവൻ സന്തതി മൽക്കുലത്തിൽ എങ്ങനെ സംഭവിക്കും? ധന്യനാം ഭവാനു മൽപുത്രനു വാക്ശക്തിയും കണ്ണിനു കാഴ്ചയും നൽകുവാൻ കഴിഞ്ഞിടും. ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്നതേയുള്ളൂ കാര്യം. എങ്ങനെ യോഗ്യം എന്നാൽ അങ്ങനെ ചെയ്തു കൊള്ളുക. ഗുരുനായകവാക്യം ഇത്തരം കേട്ട നേരം കരുണാനിലയനും അരുളി ചെയ്തിടിനാൻ. തിരുമേനിക്കു കാര്യം ഒക്കവേ നടന്നിടും. ഉരിയാടൊല പുറത്താരോടും മഹാമതേ, ഒരു കാലത്തു മമ മാഹാത്മ്യം പുറത്താകും. അരുളി ചെയ്യാം അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാം. ഇത്തരം മണികണ്ഠൻ പറഞ്ഞു. ഗുരുവിൻ്റെ പുത്രനെ തൃക്കരത്താൽ തൊട്ടൊന്നു തലോടിനാൻ. അന്നേരം മൂകത്വവും അന്ധത്വം അതും തീർന്നു നന്ദിച്ചു ഗുരുസുതൻ കൂപ്പിനാൻ ഭൂദേശനെ. പിന്നെ ആ ജനകന്റെ പാദവും കൂപ്പി നിൽക്കും നന്ദനൻ തന്നെ കണ്ട നേരം ആ ഗുരുവിൻ്റെ മാനസതാരിലുള്ള സന്തോഷം പറയുവാൻ മാനുഷർക്കാർക്കെങ്കിലും സാമർഥ്യമുണ്ടാകുമോ? ഗുരുനാഥനും മണികണ്ഠന്റെ ശിരസിങ്കൽ കരയുഗ്മവും വച്ചു കണ്ണുനീർ വാർത്തു ചൊന്നാൻ. തേജസ്സും
ചിരകാലം ആയുസ്സും സൽകീർത്തിയും ഓജസ്സും തവമേന്മേൽ വളർന്നു വരും നൂനം. ചക്രവർത്തികൾക്കെല്ലാം ചക്രവർത്തിയായി ഭവാൻ ഈ കണ്ട ലോകം എല്ലാം പാലിച്ചു വസിച്ചാലും മർത്യജന്മത്തിനാൽ ഞാൻ ഇങ്ങനെ ചൊന്നെങ്കിലും നൂനം എന്നെയും ഭവാൻ പാലിച്ചു കൊള്ളേണമേ. ഗുരുനാഥന്റെ പാദയുഗളം കൂപ്പി മന്ദം ഗുരുകാരുണ്യമൂർത്തി തിരിച്ചു ഭൂതേശ്വരൻ മന്നവ സമീപത്തിൽ ചെന്നു വന്ദിച്ചു നിന്നു. മന്നവൻ അതിമോദാൽ ആശ്ലേഷമതും ചെയ്തു. രാജശേഖര ഭൂപൻ തന്നെ പത്നി പെറ്റു രാജലക്ഷണയുതൻ ജാതനായൊരു സുതൻ രാജമൗലിയും ചെയ്തു. ജാതകർമാദിയെല്ലാം രാജരാജൻ എന്നൊരു നാമവുമിട്ടിടിനാൻ. ദാനവും മഹീസുരന്മാർക്കു ചെയ്ത് അതിമോദാൽ മാനവേശ്വരൻ സുഖിച്ചിരുന്നു പുരം തന്നിൽ. തന്നെ മൂത്ത പുത്രൻ എന്നുള്ള ഭാവം തന്നെ മന്നവൻ മണികണ്ഠൻ തന്നിൽ ഓർത്തിതു നിത്യം. മാനവേശ്വരൻ തൻ്റെ ദാസൻ ഞാൻ എന്ന ഭാവം ദീനവത്സലൻ മണികണ്ഠനും നടിച്ചിതു നിത്യവും. എഴുന്നേറ്റു പ്രാതക്കാലത്തു ചെന്നു നിത്യകൃത്യങ്ങൾ ചെയ്തു സാദരം മണികണ്ഠൻ. വ്രേതഹസ്തനായി ചെന്നു മന്നവ സമീപത്തിൽ സത്വരം ദാസനെപ്പോൽ ബദ്ധഹസ്തനായി നിൽക്കും. മന്നവൻ കൽപ്പിക്കുന്നതൊക്കെയും ആചരിക്കും. മന്നവന് അപ്രിയത്തെ ചെയ്യുകയില്ല ഒരു നാളും. പന്തള ഭൂപൻ തൻ്റെ സന്നിധി തന്നിൽ ഏവം 12 സംവത്സരം കഴിച്ചു മണികണ്ഠൻ. മനസി നൃപേന്ദ്രനും അക്കാലം ചിന്ത ചെയ്താൻ മണികണ്ഠനെ യുവഭൂമിപനാക്കിയിടുവാൻ. അതിനു വേണ്ടും ഉപകരണമൊരുക്കുവാൻ ക്ഷിതിനായകൻ നിജ സജീവനോടു ചൊന്നാൻ. 30 നാളിനകത്തൊരുക്കാൻ ആജ്ഞാപിച്ചു രാജശേഖരൻ നിജ സദനേ വാണിടിനാൻ. മന്ത്രിയും ഖിന്നനായി തിരിച്ചു തൻ്റെ മണിമഞ്ചത്തിൽ ചെന്നിരുന്നു ചിന്തിച്ചു തുടങ്ങിനാൻ. കാട്ടിലെങ്ങാനുമുള്ള കാട്ടാള ശിശുവിനെ നാട്ടിലുള്ള അധികാരിയായിട്ടു കൽപ്പിക്കുവാൻ കൽപ്പിച്ചു ഭൂമീശ്വരൻ. എന്തു ചെയ്തിടാമിപ്പോൾ വെന്തുരുകുന്നു മാമക ചിത്തം. അയ്യോ, വൃദ്ധനായി ചമഞ്ഞിതു ഭൂമിപാലകൻ താനും. എത്രയും ബാലൻ തന്നെ ഭൂമിപതനയനും. രാജ്യഭാരത്തെ വഹിച്ചേഷ ഞാൻ സർവരാലും പൂജ്യനായിരുന്നിടും എന്നെല്ലാം മനതാരിൽ ചിന്തിച്ചങ്ങിരുന്നതും സാധ്യമായി വന്നില്ല. ഇപ്പോൾ എന്തിനി ചെയ്യേണ്ടു ഞാൻ എന്നുടെ കാലദോഷം. വല്ല ജാതിയും മണികണ്ഠനെ കൊല ചെയ്താൽ എല്ലാം സാധിക്കും മമ വാഞ്ചിതം അതിവേഗം. ഇത്തരം നിരൂപിച്ചു ദുർമന്ത്രവാദം ചെയ്വൻ എത്രയും സമർത്ഥരെ വരുത്തിച്ചൊല്ലിടിനാൻ. വല്ലതും ആഭിചാരം നല്ല പോൽ ചെയ്തു നിങ്ങൾ കള്ളനാം മണികണ്ഠൻ തന്നെ കൊല്ലുവിൻ. എന്നാൽ തന്നിടാം നിങ്ങൾക്ക് ഇഷ്ടം പോലുള്ള ധനമെല്ലാം. എന്നുടെ വാക്യത്തിനു ലംഘനമില്ല ഓർക്കുവിൻ. ഇത്തരം സജീവന്റെ വാക്കു കേട്ടോരു നേരം ചിത്തത്തിൽ ദുരാഗ്രഹയുക്തരാമാന്ത്രികന്മാർ സർവഭൂദേശൻ തന്നെ നിഗ്രഹിച്ചിടുവാനായി ഗർവികൾ
ആഭിചാര കർമ്മങ്ങൾ തുടങ്ങിനാർ. മനുജദേഹം ധരിച്ചിരിക്ക കാരണത്താൽ മണികണ്ഠാംഗം എല്ലാം വ്രണമായി തീർന്നിതല്ലോ. രാജശേഖരൻ അപ്പോൾ ദുഃഖിച്ചു. ചികിത്സിപ്പാൻ രാജവൈദ്യരെ പറഞ്ഞേൽപ്പിച്ചു ശ്രദ്ധയോടും. ആകുന്നവണ്ണം അവർ ഔഷധം ചെയ്തെങ്കിലും ആകുന്നില്ലൊരു സുഖം രോഗത്തിന്. അതുമൂലം ചെന്താർ ബാണാരി ഒരു സന്യാസരൂപമായി പന്തള ഭൂമീശനെ കാണുവാൻ വന്നിടിനാൻ. സന്യാസി വര്യൻ തന്നെ കണ്ട് അതിഭക്തിയോടും ദണ്ഡവൽ പ്രണമിച്ചു മന്നവൻ ചൊല്ലിടിനാൻ. എങ്ങു നിന്നെഴുന്നരുളിയിടുന്നു ഭിക്ഷോ ഭവാൻ, ഞങ്ങളെ ധന്യരാക്കി തീർക്കുവാൻ കൃപയോടും. ഭിക്ഷയും അംഗീകരിച്ച് ഇവിടെ വസിച്ചാലും ഭിക്ഷോ മൽപുത്രനുള്ള രോഗത്തെ കെടുത്താലും. മന്നവവാക്യം കേട്ടു സന്യാസീന്ദ്രനും ചൊന്നാൻ. നന്ദനൻ എവിടത്തു കാണട്ടെ വിളിച്ചാലും. മന്നവൻ വരുത്തിനാൻ മണികണ്ഠനെ. അപ്പോൾ സന്യാസീന്ദ്രനെ കണ്ടു വന്ദിച്ചു കുമാരനും. സസ്നേഹം ആലിംഗനം ചെയ്തുടൻ കുമാരൻ്റെ നെറ്റിമേൽ ഭസ്മം ചാർത്തി ചൊല്ലിനാൻ ഭിക്ഷുവര്യൻ. കഷ്ടം ഈ കുമാരൻ്റെ ദേഹത്തിലുള്ള വ്രണം ദുഷ്ടാഭിചാരത്തിനാൽ പെട്ടതാകുന്നു നൂനം. ശത്രു സംഹാര ഹോമം സത്വരം കഴിച്ചെന്നാൽ സ്വസ്ഥനായി വന്നുകൂടും തൽക്ഷണം കുമാരകൻ. പെട്ടെന്നു ഭൂപൻ അപ്പോൾ ഭൃത്യരെ കൊണ്ടു ഹോമസംഭാരജാലങ്ങൾ അങ്ങൊക്കെയും ഒരുക്കിച്ചാർ. ഹോമവും ചെയ്തു ജിഹ്വാദോഷത്തെ കെടുക്കുവാൻ സാമഗാനവും ചെയ്തു സാമോദം സന്യാസീന്ദ്രൻ. സ്വസ്ഥനായി വന്നു മണികണ്ഠനും അതുനേരം എത്രയുമധികമായി ശോഭിച്ചു പണ്ടേക്കാളും. മന്നവാദികൾ അതു കണ്ടു വിസ്മയം പൂണ്ടു. സന്യാസി വര്യൻ എന്തു നൽകിയാൽ മതിയാകും എന്നു ചിന്തിച്ചു കണ്ടു വന്ദിച്ചു നിൽക്കും നേരം. ധന്യനാം സന്യാസീന്ദ്രൻ അന്തർധാനവും ചെയ്താൻ. അത്ഭുതപ്പെട്ടു ഭൂപൻ ചിന്തിച്ചു നിജചിത്തേ മുപ്പുരാന്തകൻ തന്നെ സന്യാസിയായി വന്നെന്നും. ദുഷ്ടാഭിചാരദോഷം പറ്റിയില ചറ്റും എന്നു ദുഷ്ടനാം മന്ത്രി കണ്ടു പിന്നെയും ചിന്ത ചെയ്താൻ. ദുഷ്ടാഭിചാരമേതും പറ്റുന്നീല അഹോ കഷ്ടം ദുഷ്ടനായിടും മണികന്ധരന് അതും ചിത്രം എന്നല്ല കഷ്ടം കഷ്ടം. മാന്ത്രികവരരെല്ലാം ചെന്നു പൊക്കിതു കാലാലയത്തിൽ അതും ചിത്രം. ഇനിയും വിഷം ഇവന് അന്നത്തിൽ ചേർത്തു കൊടുത്ത് ഇന്നു തൊട്ട് 8 കൊല്ലും അവൻ എന്നു നൂനം. ഇത്തരമോർത്തു മഹാദുഷ്ടനാം സജീവനും പൃഥ്വീന്ദ്രനായ രാജശേഖരനോടും ചൊന്നാൻ. മന്നവാ മഹാമതേ, കേട്ടാലും നാളെ മമ നന്ദനൻ തൻ്റെ ജന്മനക്ഷത്രം ആകയാലേ ധന്യനാം മണികണ്ഠൻ ഭക്ഷണത്തിനു
മമ മന്ദിരെ വന്നിടുവാൻ ആഗ്രഹം എനിക്കേറ്റം. ബാലനെങ്കിലും അവൻ എത്രയും മഹാഗുണശീലവാൻ, വിദ്വാൻ അതിധീരമാനസനല്ലോ. ഉണ്ടെനിക്ക് അധികമാം വാത്സല്യം അഹോ മണികണ്ഠനിൽ, അതുമൂലം എന്നുടെ മന്ദിരത്തിൽ വന്നൊരു നേരം ഭക്ഷിച്ചിടുവാൻ ആജ്ഞാപിച്ചാൽ വന്നിടും മമ ജന്മസാഫല്യം ധരാപദേ. ശിഷ്ടരിൽ അഗ്രഗണ്യനാകിയ ഭൂമീശ്വരൻ ദുഷ്ടനാം മന്ത്രീന്ദ്രന്റെ കാപട്യമറിയാതെ ഇഷ്ടസാധ്യത്തെ നിജമന്ത്രിക്കു വരുത്തുവാൻ തുഷ്ടനായി മണികണ്ഠന് ആജ്ഞയും ചെയ്തിടിനാൻ. മന്ത്രിതൻ കാപട്യത്തെ ധരിച്ചെങ്കിലും മണികണ്ഠരൻ ഭൂപാജ്ഞയെ ലംഘനം ചെയ്തിടാതെ മന്ത്രിതൻ മന്ദിരത്തിൽ ചെന്നു കേറിയ നേരം സന്തോഷഭാവം കാട്ടി മന്ത്രിയും എതിരേറ്റു. നല്ലപോൽ അഭ്യംഗസ്നാനാദിയും ചെയ്യിപ്പിച്ചു. നല്ല അന്നം വിഷയുക്തം വിളമ്പി ഭക്ഷിക്കുവാൻ തൽക്ഷണം അമൃതത്തെ സ്മരിച്ചു ഭൂദേശനും. പക്ഷീന്ദ്രൻ പീയൂഷവും ചൊരിഞ്ഞാൻ അന്നം തന്നിൽ. പീയൂഷയുധമന്നം ഭക്ഷിച്ചു മണികണ്ഠൻ. പൊയ്യല്ലാ ദോഷം ഒന്നും പറ്റാതെ പോന്നിടിനാൻ. ദോഷമേതുമേ വിഷം കൊണ്ടുമുണ്ടായിടാതെ തോഷേണ മണികണ്ഠൻ വാഴുന്നിതു. അതു കണ്ടു താപവും അസൂയയും ലജ്ജയും അകതാരിൽ കോപവും പൂണ്ടു ചെന്നു ദുഷ്ടനാം മന്ത്രീന്ദ്രനും. പന്തളേശ്വരൻ തൻ്റെ ഭൈമി തൻ സവിധത്തിൽ സന്താപമോടു ബാഷ്പം ചൊരിഞ്ഞങ്ങുണർത്തിച്ചാൻ. സുന്ദരി, തവ സുതനേകേണ്ട രാജ്യം ഇപ്പോൾ മന്നവൻ മണികണ്ഠനായിട്ടു കൊടുത്തിടും. വല്ല ജാതിയും മണികണ്ഠനെ കൊന്നിടാഞ്ഞാൽ ഇല്ലാതെ വന്നുകൂടും തൊൽക്കുമാരനു രാജ്യം. നല്ലതു വരുവതിനായി ഒരു ദോഷം ചെയ്താൽ ഇല്ല ഒരു പാപം എന്നു ചൊല്ലുന്നു ശാസ്ത്രങ്ങളും. വല്ലഭനോടു ചെന്നു ചൊല്ലുക ഭവതിയും. വല്ലാതെ തലയ്ക്കുണ്ടു വേദന നമുക്കെന്നും. അന്നേരം വൈദ്യന്മാരെ കൊണ്ടുവന്നിടുവാനായി എന്നോടു കൽപ്പിച്ചിടും മന്നവൻ. അറിഞ്ഞാലും നീലവേണി ഞാൻ കൊണ്ടുവന്നിടും വൈദ്യൻ. പുലിപ്പാലല്ലാതെ ഇതിനില്ല മരുന്ന് എന്നുരച്ചിടും. കൊണ്ടുവന്നിടാൻ പുലിപ്പാൽ അതുകാലം മണികണ്ഠനെ തന്നെ കാട്ടിൽ പറഞ്ഞങ്ങയച്ചിടാം. കാട്ടുപോത്തുകളുണ്ടു കൂട്ടമായി കാട്ടിൽ ഏറ്റം. കോട്ടമെന്നേ മണികണ്ഠനെ വെട്ടിക്കൊല്ലും. കൊന്നില്ലെങ്കിലും പുലിപ്പാല് കൂടാതെ അവൻ മന്നവൻ തൻ്റെ തിരുമുൻപിലെത്തുകയില്ല. എത്തിയെന്നാലും നൃപൻ നിസ്സാരനെന്നോർത്തിടും ചിത്തത്തിൽ. ഇപ്പോളുള്ളൊരു ഇഷ്ടവും ഇല്ലാതാകും സത്യം. എന്നുടെ വാക്ക് അസത്യമല്ല രാജ്ഞി. മർത്യനു പുലിപ്പാലു കിട്ടുവാൻ കഴിയുമോ? കാര്യം എന്നോർത്തു മഹാരാജ്ഞിയും അതു കേട്ടു. നാരിമാർക്കുണ്ടാകുമോ കാര്യകാര്യത്തിൽ നോട്ടം? മന്ത്രി ചൊന്നതുപോലെ രാജ്ഞിയും ചെന്നു ചൊന്നാൾ. പന്തളാധീശനോടു കാപട്യ ദുഃഖമെല്ലാം അയ്യോ തലക്കുത്തു വന്നിങ്ങു ബാധിക്കയാൽ വല്ലാതെ വലഞ്ഞു ഞാൻ മാമക പ്രാണനാഥ. വല്ലതും പ്രതിക്രിയ ചെയ്തില്ല എന്നാകിൽ ഇപ്പോൾ ഇല്ലാതെ വരും മമ ജീവനും ദയാനിധേ. ദന്തികാമിനി തൻ്റെ ദീനഭാഷിതം കേട്ടു
പന്തളഭൂപൻ ഉടൻ ഖിന്നത പൂണ്ടു കഷ്ടം കൽപ്പിച്ചു മന്ത്രിയോടങ്ങ് ഉരച്ചു വൈദ്യന്മാരെ വിളിച്ചു കൊണ്ടുവന്നു ചികിത്സ നടത്തിപ്പാൻ. മന്നവൻ ആജ്ഞ പോലെ വൈദ്യനെ കൊണ്ടുവന്നു. ചെന്നു രോഗിണി തന്നെ കണ്ടു വൈദ്യനും ചൊന്നാൻ, അല്പമെങ്കിലും പുലിപ്പാലു കിട്ടിയാൽ ഇപ്പോൾ പെട്ടെന്നു സുഖമാവും രാജ്ഞി തൻ ശിരോരോഗം. മറ്റുള്ളോരൗഷധങ്ങൾ കൊണ്ടു മാറ്റിയിടാമെന്നു കള്ള വൈദ്യന്മാരല്ലാതെ ആരും ചൊല്ലുകയില്ല. ഭൂപതി അതു കേട്ടു തന്നെ മനതാരിൽ വേബധു പൂണ്ടങ്ങ് ഓരോ ചിന്തയും തുടങ്ങിനാൻ. എത്രമേൽ ഉത്സാഹം ചെയ്താകിലും പുലിപ്പാലു മർത്യർക്കു കിട്ടിയിടുവാൻ ഇല്ലൊരു കഴിവേതും. രോഗബാധിതയാകും എന്നുടെ പത്നിക്ക് ഇപ്പോൾ ആകുന്നു മരിക്കുവാനുള്ളൊരു കാലം. എന്നാൽ ഞാൻ അതു കണ്ടിരിക്കയല്ലാതെ കഴിവുണ്ടോ നൂനം? എൻ ദുഷ്കർമ്മത്തിൻ വൈഭവം എത്ര ചിത്രം! ഇത്തരമോരോ വിധം ചിന്തിച്ചു കരഞ്ഞിടും പൃഥ്വീനാഥനെ കൂപ്പിപ്പറഞ്ഞു മണികണ്ഠൻ. ഞാനിരിക്കുമ്പോൾ ഭവാൻ ഇങ്ങനെ ദുഃഖിക്കുക മാനവേശ്വരാ വിഭോ, കാരണമില്ലാത്തെല്ലും. കൽപ്പന മാത്രം നമുക്കൊന്നു തന്നാകിൽ പോരും. ക്ഷിപ്രം ഞാൻ വ്യാഘ്രികളെ കൊണ്ടിങ്ങു വന്നിടുവൻ. ഇഷ്ടം പോൽ വേണ്ട പാലു കറന്നിങ്ങെടുത്തിടാം. പട്ടരാജ്ഞിക്കു പറ്റിയിട്ടുള്ള രോഗവും തീരും. ഉണ്ണുന്ന ചോറ്റിനുള്ള നന്ദി കാണിക്കാത്തവനാരെന്നാകിലും അവനാണല്ല എന്നറിഞ്ഞാലും. മണികണ്ഠേരിതത്തെ കേട്ടു ശ്രദ്ധയാ നൃപൻ മനസ്സി ബഹുമാന സ്നേഹയുക്തനായി ചൊന്നാൻ, അടുത്തു ചെല്ലുന്നേരം കടിച്ചു തിന്നിടുവാൻ മിടുക്കുപാരം പെരുത്തിയിടും. ഈ പുലികളെ പിടിച്ചു കൊണ്ടുവന്നു കറന്നു പാലെടുപ്പാൻ നിനച്ചതെത്രമാത്രം സാഹസമായി തീർന്നു. കെണികൊണ്ടൊരു വിധം പിടിച്ചെന്നാലും ദുഗ്ധം കണി കാണുവാൻ പോലും കറന്നിങ്ങെടുക്കാമോ? സാധിച്ചിടാത്ത കാര്യം ചിന്തിച്ചു മനതാരങ്ങ് ആധിക്കു പാത്രമാക്കി തീർക്കുവാൻ തുനിയേണ്ട. വല്ലതും വേറിട്ടുള്ള മരുന്നു ചെയ്തു രാജ്ഞിക്ക് ഇല്ലാതെ വരുത്തിടാം വല്ലാതുള്ളൊരു രോഗം. നാട്ടിനു യുവരാജാവാകേണ്ടും ഭവാനിപ്പോൾ കാട്ടിനു ഗമിക്കാതെ പാട്ടിനിങ്ങിരുന്നാലും. മായാമാനുഷനാകും മണികണ്ഠനുമപ്പോൾ മായയാ നൃപതിയെ മയക്കിച്ചൊല്ലിടിനാൻ. എന്നാൽ എന്നുടെ മനതാരിലുള്ള ആഗ്രഹത്തെ തന്നിടാം എന്നു സത്യം ചെയ്താലും മഹീപതേ. മായയാ മോഹിച്ചൊരു ഭൂമിപനതു കേട്ടിട്ട് ആയതു ചെയ്യാം സത്യം സത്യം എന്നുര ചെയ്താൻ. കാനനെ ചെന്നു പുലിക്കൂട്ടത്തെ കൊണ്ടുവരാൻ മാനവേശ്വരാ നമുക്ക്
അനുജ്ഞ നൽകിയിടണം. അല്ലാതില്ലൊരു മോഹം നമുക്ക് എന്നറിഞ്ഞാലും കല്യാണനിധേ ഭവാൻ സത്യത്തെ പാലിച്ചാലും മന്നവൻ അതു കേട്ടു ദണ്ഡിനാൽ അടിപെട്ട പന്നകം പോലെ ഭൂമൗ പതിച്ചു ചൊല്ലിയിടിനാൻ. വത്സ വഞ്ചിതനായി ചമഞ്ഞേൻ നിന്നാലഹോ മത്സമനായ ഭോഷൻ മന്നിടം തന്നിലില്ല. മൽപുത്ര ഭവാൻ തന്നെ രാമനായി ഭവിച്ചല്ലോ. മൽപ്രിയ കൈകേയിയും ഞാനായി ദശരഥൻ. സത്യത്തെ ത്യജിപ്പാനും പുത്രനെ ത്യജിപ്പാനും ശക്തനല്ലാതെ തീർന്നു കോസലനാഥൻ തുലോം. എന്തു ചെയ്തിടേണ്ടു ഞാൻ, എവിടെ പോയിടേണ്ടു? ചെന്താർബാണാരേ പരിപാലയ ജഗൽപദേ. ചിന്തിയാതൊരു സത്യം ചെയ്തു പോയല്ലോ ഞാനും. വെന്തുരുകുന്നു മാമക ചിത്തം അയ്യോ. പന്തളനോരോന്നിവ പലതും ഉര ചെയ്തു ഖിന്നനായി കരയുമ്പോൾ ഉണർത്തി ഭൂദേശനും. എന്നിൽ നിന്നുണ്ടാകേണ്ടും കാര്യങ്ങൾ ഉണ്ടാകാഞ്ഞാൽ എന്നെ കൊണ്ടൊരു ഫലം ഇല്ലെന്നു വന്നുകൂടും. അന്നവും പാലും ഒന്നും ഭക്ഷിച്ചിടാതെ ഭവാൻ എന്നെ കണ്ടെന്നാൽ പശിദാഹങ്ങൾ തീർന്നിടുമോ? അന്നദാതാവിൻ കാര്യം നന്നായി ചെയ്യാത്തവൻ മന്നവമണേ ഗേഹമൂഷിക തുല്യനല്ലോ. വ്യാഘ്രികൾ തന്നെ കാട്ടിൽ നിന്നിങ്ങു കൊണ്ടുവന്നിടാൻ ശീഘ്രം ആജ്ഞാപിച്ചാലും കൊണ്ടുവന്നിടുവൻ ഞാൻ. ഇത്തരം കേട്ട നേരം സത്യത്തെ വിചാരിച്ചു ചിത്തസന്താപം മറച്ചരുളി ഭൂമീശ്വരൻ. സേനകളോടും ഭവാനൊന്നിച്ചു പോയിടണം. കാനനതലത്തിങ്കൽ തനിച്ചു പോകവേണ്ട. കാട്ടാളവൃന്ദങ്ങളും കൂടവേ പോരും. അവർ കാട്ടിയിടും പുലികളെ പിടിപ്പാൻ ഉപായങ്ങൾ. മാനവേശ്വരനോടു മണികണ്ഠനും ചൊന്നാൻ. കാനനമതിൽ താനേ പോകണം ഞാൻ എന്നോർക്ക. അല്ലെങ്കിൽ പുലികളെ കിട്ടുവാൻ പ്രയാസമാം കല്യാണാലയ. ഭവാൻ സമ്മതിച്ചാലും ഇപ്പോൾ ധന്യനാം ഭവാനുള്ള മോഹം. അങ്ങിനെയെങ്കിൽ തന്നേൻ ഞാൻ അനുവാദം. പോയാലും വനാന്തരേ. ചന്ദ്രശേഖരൻ തൻ്റെ കാരുണ്യം കൊണ്ട് കാര്യമൊന്നുമേ ദോഷമില്ലാതാശു സാധിച്ചു പോരും. മുക്കണ്ണൻ തന്നെ സദാ സ്മരിച്ചിടുക ചിത്തേ. മുക്കണ്ണുള്ളൊരു നാളികേരവും കൊണ്ടുപോക. ഭക്ഷണ പദാർത്ഥവും കൊണ്ടുപോകേണം. കാട്ടിൽ പട്ടിണിക്കിട വന്നു പെട്ടുപോം അല്ലെന്നാകിൽ. ഇത്തരമുര ചെയ്തു ഭൂമീശൻ എല്ലാം നിജചിത്തതാരഴിഞ്ഞ് ആശിസരുളി ഖേദപൂർവം.
പൊക്കണമൊന്നെടുത്തു ഭക്ഷണപദാർത്ഥങ്ങൾ ഒക്കെയുമിട്ടു നാളീകേരവും ഇട്ടു കെട്ടിക്കൊടുത്തു ചൊല്ലിടിനാൻ. ചാപസായകങ്ങളും എടുത്തുകൊള്ളുക, ശീഘ്രം തിരിച്ചു വന്നിടുക. എന്നുര ചെയ്തു വീണ്ടും വീണ്ടും ചുംബനം ചെയ്തു മന്നവൻ പുരാരിയെ സ്മരിച്ചു വാണിടിനാൻ. മന്നവൻ കൊടുത്തൊരു ഭാണ്ഡവും തലക്കേന്തി ധന്യനാം മണികണ്ഠൻ ചാപബാണങ്ങളോടും ഭൂപതി തൻ്റെ പാദം നമിച്ചു പോകും നേരം സാപഹാസമായി ചില നാരിമാരുര ചെയ്താർ. ഞങ്ങൾക്കോരോരോ പുലിക്കുട്ടികൾ ഭവാൻ ഇങ്ങു കൊണ്ടുവന്നിടുമ്പോൾ കളിപ്പാൻ തന്നീടാം എന്നു മാത്രം ഉത്തരമുര ചെയ്തു ധന്യനാം മണികണ്ഠസ്വാമിയും എഴുന്നള്ളി. സന്തോഷമുണ്ടായി വന്നു മന്ത്രിക്കു മനതാരിൽ സന്താപമുണ്ടായി വന്നു പന്തളേശനും ഉള്ളിൽ പാരാതെ ഭൂതേശ്വരൻ നഗരം വിട്ടു ശീഘ്രം ഘോരകാനനം തന്നിൽ ചെന്നൊരു നേരത്തിങ്കൽ ഇന്ദുശേഖരാജ്ഞയാ ഭൂതവൃന്ദങ്ങളെല്ലാം വന്നുടൻ മണികണ്ഠസ്വാമിയെ വണങ്ങിനാർ. വാപരൻ കടുശബ്ദൻ ഘോരനാം വീരഭദ്രൻ കൂപകർണനും ഖണ്ഡാകർണനും കൂപനേത്രൻ ഇത്യാദി ലക്ഷം ലക്ഷം ഭൂതവൃന്ദങ്ങളോടും എത്തിനാൻ പമ്പാനദീതീരത്തിൽ ഭൂതേശ്വരൻ. തത്ര വന്നനവധി മാമുനിമാരും ഭക്ത്യാ സത്വരം ഭൂതേശനെ പൂജിച്ചാർ അതിമോദാൽ. അങ്ങു നിന്നാറും 4 യോജന വഴി ദൂരെ ഭംഗിയേറിയിടും ഒരു പർവ്വത ശിഖരത്തിൽ എത്രയും നന്നായുള്ള രുക്മമന്ദിരം ക്ഷണാൽ ഉത്തമം മുനിഗണം നിർമ്മിച്ചു തപോബലാൽ. തൽപുരമധ്യേ ചാരുരത്നസിംഹാസനാഗ്രേ മുപ്പുരാന്തകസുതൻ തന്നെയും പ്രതിഷ്ഠിച്ചു. ദീനവത്സലൻ തന്നെ താപസഗണങ്ങളും മാനസാനന്ദമോടും പൂജിച്ചു വാണിടിനാൻ. ഭൂതനാഥനും നിജഭക്തരെ കടാക്ഷിച്ചു ഭൂതവൃന്ദങ്ങളോടും സുഖിച്ചങ്ങിരുന്നിതു. ഭാഷയായി 5 അധ്യായം ഇങ്ങനെ ചൊല്ലിടിനേൻ. യേശ ഞാൻ അറിഞ്ഞ പോൽ ഭോഷനെന്നിരിക്കലും വല്ലതും പിഴ ഇതിലുണ്ടെങ്കിൽ ധർമ്മശാസ്താവ് എല്ലാം കാരുണ്യമോടും പൊറുത്തു കൊള്ളേണമേ. ഇതി ശ്രീമദ് ഭൂതനാഥോപാഖ്യാനേ കാനനഗമനം നാമ 5ാധ്യായം സമാപ്തം. സ്വാമിയേ ശരണമയ്യപ്പ.
ഭൂതനാഥനേ ശരണമയ്യപ്പ സർവഭൂതേശനേ ശരണമയ്യപ്പ ധർമ്മശാസിതനേ ശരണമയ്യപ്പ കാലകാലാത്മജനേ ശരണമയ്യപ്പ ദേവദേവനേ ശരണമയ്യപ്പ അന്ധകാന്തകപുത്രനേ ശരണമയ്യപ്പ ഗുരുകാരുണ്യമൂർത്തിയേ ശരണമയ്യപ്പ മാധവ മഹാദേവപുത്രനേ ശരണമയ്യപ്പ ആര്യതാതനേ ശരണമയ്യപ്പ മഞ്ചാംബികാദേവിയേ ശരണമയ്യപ്പ തത്വമസി പൊരുളേ ശരണമയ്യപ്പ കലിയുഗ വരദനേ ശരണമയ്യപ്പ ദീനവത്സലനേ ശരണമയ്യപ്പ ആധാരഭൂതനേ ശരണമയ്യപ്പ അന്നദാന പ്രഭുവേ ശരണമയ്യപ്പ താരക ബ്രഹ്മമേ ശരണമയ്യപ്പ ശബരിമല വാസനേ ശരണമയ്യപ്പ സത്യമായ പൊന്നു 18 പടിക്കുടയോൻ ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ